നമസ്കാരം. കൂത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നഗരസഭയുടെ 2026-27 വർഷത്തെ വർക്കിംഗ് കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. നഗരസഭാ ടൗൺഹാളിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ റെജി ജോൺ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലിസി ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ സ്വാഗതമാശംസിച്ച ചടങ്ങിൽ മുതിർന്ന കൗൺസിലർ സണ്ണി കുര്യാക്കോസ് ആശംസകൾ നേർന്നു. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.സി. ഭാസ്കരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറ ടി.എസ്., വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ജോൺ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി ഷീബ എസ്., വിവിധ കൗൺസിലർമാർ, ആസൂത്രണ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. നമ്മുടെ 17 ഗ്രൂപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. ആ ഗ്രൂപ്പുകളിലേക്ക് അനുയോജ്യമായ ആളുകളെ ഒരേ ഗ്രൂപ്പുകളിലേക്കും ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം ഇന്ന് കൂടിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പല അടുത്ത വർഷത്തെ പദ്ധതികൾ രൂപീകരണം എന്ന് പറയുന്നത് പല പദ്ധതികളും നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഒരേ ഗ്രൂപ്പുകൾ ആയിട്ട് ഗ്രൂപ്പ് തിരിച്ച് ആ ഗ്രൂപ്പുകളിലുള്ളവർ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അതിൽ പറയുകയും അത് തീരുമാനിച്ചാണ് നമ്മൾ ഒരേ പദ്ധതികൾ രൂപീകരിക്കുന്നത്. 5 വർഷം മുമ്പ് സംഘടിപ്പിച്ച വർക്കിംഗ് ഗ്രൂപ്പുകൾ അത് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ പുതിയതായിട്ട് തന്നെ നമുക്ക് പുനഃസംഘടിപ്പിക്കേണ്ടി വന്നു. കാരണം പഴയ ആൾക്കാർ മാത്രം പോരാ, പുതിയതായി നമ്മുടെ കൂത്താട്ടുകുളത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ, വികസന കാര്യങ്ങളിൽ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഇന്ന് വിശാലമായി സമയം കിട്ടിയില്ല. 2 ദിവസം കൊണ്ടാണ് വിളിക്കാൻ പറ്റിയത്. എന്നാലും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന കൂത്താട്ടുകുളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രബുദ്ധതയുള്ള ആൾക്കാരോട് ഞാൻ ആദ്യമേ തന്നെ വന്നു ചേർന്ന് നന്ദി പറയുകയാണ്. 26-27 വർഷങ്ങളിൽ കൂത്താട്ടുകുളം നഗരസഭയ്ക്കുള്ളിൽ നടപ്പാക്കേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഇരിക്കുന്ന ആളുകൾ അവരുടെ അഭിരുചിക്കും അവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചിട്ടുള്ള 17 വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ 17 ഗ്രൂപ്പുകളായി തിരിയുകയാണ്. ആ 17 ഗ്രൂപ്പുകളായി തിരിഞ്ഞതിന് ശേഷം ഇവിടെ ഈ 17 ഗ്രൂപ്പുകളിൽ നിന്നും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുണ്ട്. കുടിവെള്ളമുണ്ട്, ബാർപ്പിടമുണ്ട്, അങ്ങനെ കുറെ 17ഓളം ഗ്രൂപ്പുകളുണ്ട്. സമഗ്രമായ വികസനത്തിന് വേണ്ടി നൂതനങ്ങളായ എന്തെല്ലാം പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും, അത് വാർഡ് സഭകളിലേക്ക് ഈ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ സാധാരണ നമ്മൾ എല്ലായിടത്തും നടക്കുന്നത് കോമണായിട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലാ വർഷവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും വിഭിന്നമായി അടുത്ത 5 വർഷത്തേക്ക് വേണ്ടുന്ന വികസനം അത് എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്ന് നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ നാടിൻ്റെ സ്പന്ദനം അറിയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ഇവിടെ ഇരിക്കുന്ന ജീവനക്കാർക്കുപരി നാടിൻ്റെ ജനപ്രതിനിധികൾക്കും ആ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും നാടിന് എന്തൊക്കെയാണ് വികസനങ്ങൾ വേണ്ടത് എന്ന് കൂടുതലായിട്ട് അറിയാൻ കഴിയും. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.